അച്ഛ, തോമാസ് ലീഹായും ക്നായി തോമായും ഒരേ ആളാണോ അതേ വ്യത്യസ്തമായ ആളാണോ എന്നതിനെക്കുറിച്ച് ചില സംശയങ്ങൾ നിലവിലുണ്ടല്ലോ. അത് അച്ഛനൊന്ന് വ്യക്തമാക്കി തരാമോ? 345 AD വന്നതായിട്ട് പറയപ്പെടുന്ന വ്യക്തിയാണ് ക്നായി തോമൻ. ഏകദേശം 450 പേര്, 72 കുടുംബമായിട്ട് 345 വന്നു. അത് ഒരു പ്രേക്ഷിതപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വന്നുവെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിൽ സസാനി രാജാവായ ഷാപ്പൂർ രണ്ടാമൻ്റെ മതപീഡനം കൊണ്ട് വന്നെന്ന് പറയുന്നവരുണ്ട്. 345 അദ്ദേഹം വരുന്നത്. അദ്ദേഹമാണ് ഈ പറയപ്പെടുന്ന തോമ. ചിലരൊക്കെ പറയുന്നുണ്ട്, പക്ഷേ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മറങ്ങളിപ്പാട്ടിലും തോമാപർവ്വത്തിലും റമ്പാം പാട്ടിലും നമ്മുടെ പാണം പാട്ടുകളിലെല്ലാം വ്യക്തമായി വേറൊരു മാർത്തോമ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എല്ലാ ഭാഷാ പണ്ഡിതന്മാരും ഈ പാട്ടുകളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരെല്ലാം ഇത് രണ്ടായിട്ട് പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച മാർത്തോമാ ശ്ലീഹ എന്ന് പറയുന്നൊരു വ്യക്തി ക്നായി തോമയുടെ ഒത്തിരി മുമ്പ് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞ പാണം പാട്ടിൽ ക്നായി തോമന് ചെപ്പേട് കൊടുക്കുമ്പോൾ മാർത്തോമേനെയാണ് അവർ സാക്ഷിയായിട്ട് വിളിക്കുന്നത്. സൂര്യനും ചന്ദ്രനും സാക്ഷിയായിരിക്കുന്ന പോലെ തന്നെ മാർത്തോമായെ ഈ ക്നായി തോമന് കൊടുക്കുന്ന ചെപ്പേടിൻ്റെ ഈ അവസരത്തിൽ സാക്ഷിയായിട്ട് വരണമെന്ന് വിളിച്ചു പറയുന്നുണ്ട്. ക്നായി തോമൻ പിന്നെ സാക്ഷിയായിട്ട് വരാൻ ഈ ചെപ്പേട് ക്നായി തോമന് കൊടുക്കുന്ന അവസരത്തിൽ വരാൻ പ്രാർത്ഥിക്കില്ലല്ലോ. അപ്പോൾ മാർത്തോമ എന്ന് പറയുന്നത് ഇവിടെ സുവിശേഷം പ്രസംഗിച്ച ആ ഒരു അപ്പോസ്തലനെയാണ് അവിടെ പരാമർശം വളരെ വ്യക്തമാണ്. അപ്പോൾ ക്നായി തോമൻ എന്ന് പറയുന്ന വേറൊരു വ്യക്തിയാണ്, മാർത്തോമ എന്ന് പറയുന്ന മറ്റു വ്യക്തിയാണ് എന്ന് അവരുടെ ഇടയിൽ അതിനകത്ത് തന്നെ വ്യക്തമാണ്. അപ്പോൾ ചെപ്പേട് കൊടുക്കുന്ന സാക്ഷിയായിട്ട് വിളിക്കുന്ന മാർത്തോമ എന്ന് പറയുന്നത് ക്നായി തോമന് വ്യത്യസ്തമാണ്. രണ്ട്, ഈ പള്ളിപ്പാട്ടുകൾ, പുരാതന പാട്ടുകൾ, പാണം പാട്ടുകൾ എല്ലാം എടുത്തു കഴിയുമ്പോൾ ക്നായി തോമനകത്ത് വരുന്നുണ്ട്. പക്ഷേ ക്നായി തോമൻ പറയുന്നിടത്തെല്ലാം തോമാച്ചൻ, ക്നായി തോമൻ, ക്നായിലെ നല്ല തോമൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. തോമാസ് ലീഹയെ സൂചിപ്പിക്കുക, അപ്പോസ്തലനായ തോമാസ് ലീഹയെ സൂചിപ്പിക്കുന്നിടത്തെല്ലാം മാർത്തോമ എന്ന് ഉപയോഗിക്കുക. എന്ന പദം തോമാസ് ലീഹ മാത്രം സൂചിപ്പിക്കാനാണ് അവർ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ വ്യക്തമാണ്, ഒരു കാരണവശാലും ക്നായി തോമനല്ല ഈ മാർത്തോമാസ് ലീഹ ഇതിൽ സൂചിപ്പിക്കണമെന്നുള്ളത്. മറ്റൊന്നുള്ളത് തമ്മിൽ ഒത്തിരി കാലവ്യത്യാസമുണ്ട്. ഈ 345 മാർത്തോമാസ് ലീഹ അവിടെ നിന്ന് പ്രസംഗിച്ച കാലം തമ്മിലും. കാരണം മാക്സസ് തോമസ് എന്ന് പറയുന്ന ആ ഗ്രന്ഥം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് മാർത്തോമാസിനെ കുറിച്ചാണ്. അത് 240 തയ്യാറായതാണ്. 240 എഡേസ് തയ്യാറായതാണ്. അത് ക്നായി തോമൻ വരുന്നേക്കാളും 105 വർഷം മുന്നേ തയ്യാറാക്കപ്പെട്ട കൃതിയാണ്. തോമാസ്ലിയുടെ കബറിടം എഡേസിൽ കൊണ്ടുപോകുന്നത് 232 ക്നായി തോമൻ വരുന്നേക്കാളും ഏകദേശം 113 വർഷം മുന്നാണ് ഈ മൃതശരീരം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അംശം മൈലാപ്പൂരിൽ നിന്ന് അല്ലെങ്കിൽ കലാമിനെ നിന്ന് എദേശ്ശേരി കൊണ്ടുപോകുന്നത്. വളരെ വ്യക്തമാണ് ക്നായി തോമനല്ല മാർത്തോമ എന്ന് പറയുന്ന വ്യക്തി. അവരുടെ കൃതികളിൽ തന്നെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇൻറ്റേർണൽ എവിഡൻസ് തന്നെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാണ്, ഇൻറ്റേർണൽ ക്രിറ്റിസിസം വഴി വ്യക്തമാണ് ക്നായി തോമൻ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയാണ്. മാർത്തോമാസ് ലീഹ എന്ന് പറയുന്നത് ഇപ്പോഴും തോമാസ് ലീഹയെ ദ്യോതിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേരാണെന്നുള്ളൂ. യാതൊരു അടിസ്ഥാനവുമില്ലാതെ സമൂഹത്തിൽ പടർന്നൊരു അഭ്യൂഹം മാത്രമാണിത്. ധാരണയാണ്. കാരണം തോമ എന്നുള്ള പേര് പൊതുവായ പേരാണ്. ആ പേര് വെച്ചുകൊണ്ട് ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാകുന്നവർ ചോദിക്കുമ്പോൾ സാധാരണക്കാരെല്ലാം തെറ്റിദ്ധരിച്ചു പോകും. അത് തന്നെയായിരിക്കുമല്ലോ. ആരും ചരിത്ര വസ്തുതകളിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുന്നില്ലല്ലോ. വിപ്ലവമായ കാര്യങ്ങളിൽ മാത്രം നിലനിൽക്കും.